ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന കാത്തിരിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഈ വല്ലതും സംഭവിക്കോടെ? അല്ല, ഡൽഹി ഹൈക്കോടതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ കേസ് പോകുന്നത്. നമ്മൾ ധരിക്കുന്ന പോലെ ജാമ്യ ഹർജി അല്ല അത്. അതാണ് രസം. റിമാൻഡ് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവർ ഹൈക്കോടതി പോയിരിക്കുന്നത്. ജാമ്യം വേണമെന്നല്ല, റിമാൻഡ് ചെയ്തത് തന്നെ തെറ്റായിരുന്നു. അതുകൊണ്ട് റിമാൻഡ് ക്യാൻസൽ ചെയ്യണം. അതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. അതിൽ അപ്പിയർ ചെയ്യുന്നത് അഭിഷേക് മനു സിംഗ്വിയാണ്. അദ്ദേഹം പറഞ്ഞു ഇതിൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യരുതായിരുന്നു. ജാമ്യം പിന്നീടാണ്. റിമാൻഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിലായി എന്ന് നമ്മൾ തന്നെ സമ്മതിച്ചിട്ട് എന്നെ ജാമ്യത്തിൽ വിടണം എന്ന് പറയുന്നതാണ് ജാമ്യാപേക്ഷ. അതിന് മുമ്പുള്ളതാണ്. റിമാൻഡ് തന്നെ തെറ്റായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചലഞ്ച് ചെയ്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു 7 ഇഷ്യൂസ് ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് കേൾക്കണം. നിർഭാഗ്യവശാൽ ഡൽഹി ഹൈക്കോടതി പറയുന്നു അത് കേൾക്കാൻ ഞങ്ങളൊരു സപ്ലിമെൻ്ററി ലിസ്റ്റുണ്ട് കേസിൻ്റെ, മറ്റ് കേസുകളുടെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോക്കാം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ കേന്ദ്ര EDക്ക് വേണ്ടിയിട്ട് SV രാജു സീനിയർ അഡ്വക്കേറ്റ്, അങ്ങനെയാണ് EDയുടെ കേസുകളെല്ലാം നോക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ലാവ്ലിൻ കേസ് നോക്കുന്നത് SV രാജുവാണ്. ഈ കോൺട്രവേഴ്സി ഉണ്ടല്ലോ, അതിലൊക്കെ SV രാജുവാണ് വക്കീൽ. അപ്പോൾ SV രാജു പറഞ്ഞു കാര്യമൊക്കെ ശരി, 7 പോയിൻ്റോ 8 പോയിൻ്റോ. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് പെറ്റീഷൻ്റെ കോപ്പി തരുന്നത്. ഞങ്ങൾക്കൊരു 2-3 വീക്സ് സമയം വേണം. ഇതൊക്കെ ഫണ്ടമെൻ്റൽ ഇഷ്യൂസാണ്. റിമാൻഡ് ശരിയായിരുന്നോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുക എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒരു പ്രശ്നമാണ്. കേട്ടിട്ടില്ല അങ്ങനെ. അത് ഈ അഭൂതപൂർവമായ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്ന ആളാണ് അഭിഷേക് മനു സിംഗ്വി. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാർത്തി ചിദംബരം സുബ്രഹ്മണ്യൻ സ്വാമിക്കെതിരെ ഒരു ഡിഫമേഷൻ സ്യൂട്ട് സിംഗപ്പൂരിൽ ഫയൽ ചെയ്തു. കാർത്തി ചിദംബരത്തിൻ്റെ കമ്പനിയുടെ സബ്സിഡി സിംഗപ്പൂരിലാണ്. അവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഇവിടെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ കേസ്. അവിടുത്തെ കോടതി അത് കോഗ്നൈസൻസിലെടുത്തിട്ട് സ്വാമിക്ക് നോട്ടീസ് അയച്ചു. അപ്പോൾ സ്വാമി ആ കേസ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോകണം, സിംഗപ്പൂരിൽ പോകണം. നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ? സിംഗപ്പൂർ കോടതി, ഇന്ത്യൻ കോടതി, സിംഗപ്പൂർ വേറൊരു രാജ്യമാണ്, എന്ത് ചെയ്യും? അപ്പോൾ ആ പ്രശ്നം ഊരിക്കൊടുത്തത് അഭിഷേക് മനു സിംഗ്വിയാണ്. അഭിഷേക് മനു സിംഗ്വി ആൾ കോൺഗ്രസ്സുകാരനാണ്. ബട്ട് ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് അങ്ങേര് സ്യോമോട്ടോ സ്വാമിയെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന രീതിയിലാണ് ഈ കേസ് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാമി തന്നെ അതിശയിച്ചു പോയി. കാരണം സ്വാമി ഇതിൻ്റെ കേസുകളിലെ ഉസ്താദാണല്ലോ. ഞാൻ സ്തംഭിച്ച് നിന്നെടുത്തതാ സ്യൂട്ട് പ്രിവെൻറ്റിങ് ഇൻജങ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് ഇതിലുണ്ട്, നിയമത്തിലുണ്ട്. അതൊന്ന് എടുത്ത് നോക്കി ചെയ്താൽ മതി. നോക്കിയപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട്. അത് വെച്ചിട്ട് സ്വാമി മദ്രാസ് ഹൈക്കോടതിയിൽ പോയി തോറ്റു. സിംഗിൾ ബെഞ്ചിൽ തോറ്റു, ഡിവിഷൻ ബെഞ്ചിൽ തോറ്റു, സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇത് നോക്കിയിട്ട് കാർത്തി ചിദംബരത്തോട് പറഞ്ഞു തൻ്റെ സിംഗപ്പൂർ കമ്പനി എന്താ, താൻ സിംഗപ്പൂരിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് അല്ല, ഞങ്ങൾ വലിയ ബിസിനസ്സൊക്കെ. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഹോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യും. അപ്പോൾ കാർത്തി ചിദംബരം വിഷമിച്ചു. അതിനകത്ത് മുഴുവൻ കള്ളത്തരമാണ്. ഷെൽ കമ്പനിയാണ്, കടലാസ് കമ്പനിയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാദ്യം കേസ് എടുക്കുന്നു പറയും സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ ഒരു ത്രെറ്റായിരുന്നു അത്, കണ്ടമാനം അവിടെ ഇവിടെയൊക്കെ പോകാതെ എന്നുള്ള ഒരു. എന്നിട്ട് അടുത്ത ചോദ്യമാണ് വക്കീലിനടുത്ത്, അപ്പോൾ ഇനിയിപ്പോൾ സിംഗപ്പൂരിലെ കേസ് പ്രൊസീഡ് ചെയ്യുന്നില്ലല്ലോ അല്ലേ, ഞങ്ങൾ പറയുന്നത് വരെ വെർബലിയാണ്. ഇല്ല, അത് ഞങ്ങളത് പ്രൊസീഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ് സ്വാമി? സ്വാമി പറഞ്ഞ് സാറ്റിസ്ഫൈഡ്. സുപ്രീം കോടതിയിൽ വെർബലി പറഞ്ഞാൽ പോലും അത് റെക്കോർഡാണ്. നാളെ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൽ കേസ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാർത്തി ചിദംബരത്തെ പിടിച്ചകത്തിടും കോർട്ട് ലക്ഷ്യത്തിന്. അങ്ങനെ ആ കേസ് എങ്ങുമില്ലാതെ പോയി. ഇതാണ് അഭിഷേക് മനു സിംഗ്വി. അസാമാന്യ ബുദ്ധിരാക്ഷസനാണ്. പക്ഷേ കാശ് കയ്യിൽ കിട്ടിയാലേ പുള്ളി കേസിന് പുറപ്പെടുകയുള്ളൂ. സ്വാമിക്ക് അഡ്വൈസ് കൊടുത്ത് ദാറ്റ് ഈസ് ഫ്രീ. ബിക്കോസ് ഈ അൾട്ടിമേറ്റ്ലി ഈ കേസിൻ്റെ കാര്യം വന്നു കഴിയുമ്പോഴുണ്ടല്ല, വക്കീലന്മാർ, സ്വാമി വക്കീലല്ലെങ്കിൽ പോലും ആ ഫ്രെറ്റേണിറ്റിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വക്കീൽ വേറൊരു വക്കീലിനെ, കുഴപ്പത്തിൽപ്പെട്ട വക്കീലിനെ സഹായിക്കുന്നു എന്നുള്ള മട്ടിൽ
10 പൈസ വാങ്ങാതെ അഭിഷേക് മനു സിംഗ്വി അത് ചെയ്തു. അതല്ല അതേ കേസ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് മനു സിംഗ്വി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ 40 ലക്ഷം രൂപ കൊടുക്കണം. അത് ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ് കേസ് എന്ന് വെച്ചോ. എക്സിക്യൂട്ടീവ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റ്, എയർപോർട്ടിലേക്കുള്ള വണ്ടി, ഈ 40 ലക്ഷം രൂപ പെർ അപ്പിയറൻസ്, ഇത് വീട്ടിലെത്തിച്ചാലേ അഭിഷേക് മനു സിംഗ്വി പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് കാറിലേക്ക് കയറുള്ളൂ. പ്രീ പേയ്മെൻ്റാണ്. ദിസ് ഇസ് കപിൽ സിബലും അങ്ങനെയാണ്. അല്ലാതെ കേസ് നടത്തി കേട്ടാൽ ഞാൻ കാശ് കുറേശ്ശെ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലൊന്നും ഇവരനങ്ങില്ല. അവരുടെ എമിനൻസ് അത്ര വലുതാണ്. അപ്പോൾ അഭിഷേക് മനു സിംഗ്വി ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. സമയം വേണമെന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രൊസീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അതെ. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ, അയാൾ ജയിലിലല്ല. അല്ല, ഇപ്പോൾ പറയുന്നു ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത്. അല്ല, ജയിലിലടയ്ക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അത് ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ഇപ്പം ഇതുവരെ വന്ന വാർത്ത എന്താ? അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കും. ഏത് ജയിലിൽ നിന്ന്? അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. ഏത് ജയിലിൽ നിന്ന്? ഹീ ഈസ് നോട്ട് ഇൻ ജയിൽ. ദ ഹോൾ മീഡിയ ഈസ് ഫൂളിങ് യു. അയാൾ ജയിലിലല്ല, അയാൾ ED കസ്റ്റഡിയിലാണ്. EDയുടെ ഓഫീസ് ഇപ്പോൾ പുതിയ ഓഫീസ്, നേരത്തെ EDക്ക് ചെറിയൊരു ഓഫീസാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. ഈ ജന്മത്തിൽ EDക്ക് ഇപ്പോൾ വലിയ പോഷ് ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ കെട്ടിടം. അതിലാണ് കേജ്രിവാളിനെ താമസിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ കേജ്രിവാൾ വിഷമിച്ചു പോയതിനെ. കാരണം നേരത്തെ ED ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ചോദ്യം ചെയ്യും. 5 മണി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. ലോക്കപ്പ് കൂടാതെ EDക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മുറി പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ മുറിയിലാണ് ഇയാൾ താമസിക്കേണ്ടത്. CBI പിടിച്ചാലും അങ്ങനെ തന്നെ. CBIക്ക് വലിയ പോഷ് ഓഫീസുണ്ട്, വലിയ ബഹുനില കെട്ടിടമുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ചിദംബരത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ചിദംബരം CBIയോട് ഒരേ ഒരു ആവശ്യമേ പറഞ്ഞുള്ളൂ, എന്നെ ആ ലോക്കപ്പിൽ കൊണ്ടുപോകരുത്, CBI ഓഫീസിൽ ഞാൻ താമസിച്ചോളാം, ഐ ആം എൻ ഓൾഡ് മാൻ. കാരണം CBI കെട്ടിടത്തിൽ AC ഒക്കെ ഉണ്ട്, ലോക്കപ്പിൽ അതൊന്നുമില്ല. അവർ സമ്മതിച്ചില്ല. ലോക്കപ്പിൽ കൊണ്ടുപോയി അവരുടെ കസ്റ്റഡി കഴിഞ്ഞപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി തിഹാർ ജയിലിൽ പോയി ചിദംബരം. 110 ദിവസം കിടന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. എനിക്കറിയില്ല, ഈ ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും ഒക്കെ ഡൽഹിയിൽ ലേഖകന്മാരുണ്ട്. റിപ്പോർട്ടർ പ്രശാന്ത് രഘുവംശം ഡൽഹിയിൽ നിന്ന്, മറ്റേ ഒരു പെൺകുട്ടിയുണ്ടല്ലോ മനോരമയുടെ നിഷ പുരുഷോത്തമൻ ഡൽഹിയിൽ നിന്ന്. ഇവർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാത്തതായിരിക്കില്ല, അങ്ങനെ പറയുന്നതായിരിക്കും. ഒരു ജയിലിലാണെന്ന് പറഞ്ഞിട്ട് കമ്പി വഴിയൊക്കെ കാണിക്കുന്നു. വാട്ട് എ ഫൂളിഷ്നെസ്. ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ജയിലിൻ്റെ കമ്പി വഴി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും. യു ആർ നോട്ട് പെർമിറ്റഡ് ടു എൻറ്റർ ദെയർ. എനിക്കറിയാം, കാരണം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഉണ്ട്. അതെന്താ സംഭവം? അത് 1981 അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻജിനീയേഴ്സാണ്. അപ്പോൾ മഹാരാഷ്ട്ര ജയിലിലാണോ? അതെ, ഇവിടെ ഒന്നുമല്ല. ചെറുപ്പമായിരുന്നല്ലോ, അപ്പോൾ എന്തിനേയും വെല്ലുവിളിക്കാനൊക്കെയുള്ള ധൈര്യം, സ്വന്തം നാട്. പിന്നെ എനിക്കങ്ങനെ കേരളം, മഹാരാഷ്ട്ര, ഞാൻ പറയട്ടെ, ഭാരതത്തിൽ ലെഫ്റ്റ് മൈസെൽഫ് എവിടെ താമസിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ താമസിക്കാനാണ് ഇഷ്ടം എന്ന് പറയും. ബോംബെ ഒന്നുമല്ല, എന്താ, മഹാരാഷ്ട്രയിലെ ഒരു വില്ലേജ്. നല്ല മനുഷ്യരാണ്, നിഷ്കളങ്കരാണ്. നമ്പർ 2 എൻ്റെ പ്രിഫറൻസ് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ വില്ലേജ്. ഒരു പക്ഷേ 29 സംസ്ഥാനങ്ങളോ മറ്റോ ആണല്ലോ നമ്മളുടെ. അതിൽ 27ാമത്തെയോ 28ാമത്തെയോ സ്ഥാനമേ ഞാൻ കേരളത്തിന് കൊടുക്കുന്നുള്ളൂ. അത് കേരളത്തോടോ മലയാള ഭാഷയോടോ ഒന്നും വിപ്രവൃത്തി ഉള്ളതുകൊണ്ടല്ല. ഈ പറഞ്ഞ ഇത് കേരളത്തേക്കാൾ ബ്യൂട്ടിഫുൾ പ്രകൃതിയാണ് ആസാമിലെ. ആസാമിൽ പാഴ് കിടക്കുന്ന പാടത്ത് പോലും താമര കിളുത്ത് നിൽക്കും. ഇവിടുത്തെ പോലെ കപ്പപ്പായലും ആഫ്രിക്കൻ പായലും അല്ല, താമരയാണ് പാഴായിട്ട് കിളുക്കുന്നത് ആസാമിൽ. നെല്ല് വിളഞ്ഞിട്ട് വരമ്പത്ത് തേയിലയും, നെല്ലും തേയിലയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി നിൽക്കും അരികിൽ. അങ്ങനത്തെ ഒരു സാധാരണ തേയില എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്നതാണ്.
നെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതെ. ഈ തീരപ്രദേശങ്ങളിലുണ്ടാകുന്നതാണ് നെല്ല്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കെട്ടിമറിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ആസാം. പ്ലസ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പണിഞ്ഞ മരത്തിൻ്റെ പാലങ്ങൾ, വണ്ടി കയറിക്കഴിഞ്ഞാൽ ഗഡും ഗുഡും ശബ്ദം കേൾക്കും. പലകയൊക്കെ ഇട്ട് വലിയ തടിയൻ തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ പാലങ്ങൾ ഇപ്പോൾ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ മാറി കാണും. ഞാൻ 90കളിലാണ് ആസാമിൽ പോയത്. സോ ആസാം കേരളം പോലെയോ കേരളത്തെക്കാളോ മനോഹരമായ സ്ഥലമാണ്. ഭാഷ, നമ്മൾ എല്ലാ ഭാഷയും സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് ഭാഷ നമുക്കൊരല്പം അപരിചിതമായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ യു വിൽ ബിക്കം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സംസ്ഥാനങ്ങൾ, ഈ വിഭജനം എന്നൊക്കെ പറയുന്നത് ഒരു റവന്യൂ വിഭജനമാണ്. കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല. കൊല്ലം ജില്ല അതിർത്തി കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കയറുമ്പോൾ ആലപ്പുഴക്കാരന് വല്ല രോമാഞ്ചവും ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്രയൊക്കെ എൻ്റെ സ്ഥലങ്ങൾ തന്നെ. മഹാരാഷ്ട്രയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് കേരളത്തിനുള്ളതുപോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെയുള്ള പാരമ്പര്യം. വലിയ സ്റ്റേറ്റാണ്. ആളുകൾ പൊതുവെ നിഷ്കളങ്കരാണ്. ഞാനവിടെ ബാച്ചിലറായിരുന്ന കാലത്ത് പച്ചക്കറി മേടിക്കും. അപ്പോൾ ഈ അമ്മച്ചിമാർ താഴെ ഇരുന്നാണല്ലേ നമ്മുടെ ഇവിടെയൊക്കെയുള്ള പോലെ താഴെ ഇങ്ങനെ നിരത്തിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ എനിക്കൊരാൾക്ക് കഴിക്കാൻ എത്ര വേണം? 100 ഗ്രാം വെണ്ടയ്ക്ക. അപ്പോൾ ഈ അമ്മച്ചി എന്നെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഒരു 5-6 വെണ്ടയ്ക്ക എടുത്തിട്ട് എന്നാ കൊണ്ടുപോടാ, ഇങ്ങനെ തന്നെ പറയും. ജാരേ ആരെയെന്ന് തന്നെ വിളിക്കും. പോടാന്ന് ചെറുക്കൻ. 100 ഗ്രാം വെണ്ടയ്ക്ക നാണമില്ലാതെ വെറുതെ കൊണ്ടുപോകുമോ? അപ്പോൾ അങ്ങനെ പച്ചക്കറി എനിക്ക് ഫ്രീ ആയിരുന്നു. ഒരമ്മച്ചിയും പച്ചക്കറിക്ക് കാശ് വാങ്ങില്ല. ഇപ്പോഴും മഹാരാഷ്ട്രയിലെ സിസ്റ്റം ഉണ്ട് കേട്ടോ. പച്ചക്കറി വണ്ടിയിൽ ഇങ്ങനെ വരും. നമുക്ക് വേണ്ട പച്ചക്കറി എടുക്കുക, പൈസയൊന്നും കൊടുക്കണ്ട. പുള്ളി ഇടയ്ക്ക് വീട്ടിൽ വരും. സാർ ഒരു 150 രൂപ തന്നേ. ഇന്നെന്താ? അതേ ചെറുക്കന് ഫീസ് അടയ്ക്കാനുണ്ട്, അതുകൊണ്ടാണ്. 150 രൂപ വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോകും. ഈ മൊത്തം നമുക്ക് തന്ന പച്ചക്കറിയും തിരിച്ച് നമ്മൾ കൊടുക്കുന്ന കാശും ഏകദേശം മാച്ചായാൽ മതി. അല്ലാതെ കൃത്യം ത്രാസ് വെച്ച് തൂക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു ക്യാബേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് പോവുക. കാശൊക്കെ പുള്ളി എപ്പോഴെങ്കിലും ഒന്നും മേടിക്കും. ചിലപ്പോൾ അല്പം കൂടുതൽ മേടിക്കും, ചിലപ്പോൾ കുറവ് മേടിക്കും. ഈ സിസ്റ്റം ഇപ്പോഴും മഹാരാഷ്ട്രയിലുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിൽ സ്വർണം തൂക്കുന്ന പോലെയാണ് പച്ചക്കറി തൂക്കുന്നത്. അതുപോലെ കാശ് ഇങ്ങനെ തിരുമ്മി എണ്ണി ആക്കി ഇതൊന്നുമില്ല അവിടെ. എന്തൊരു സ്നേഹമെന്നറിയാം മനുഷ്യർ തമ്മിൽ. പച്ചക്കറി ആവശ്യത്തിനെടുത്തോ, കാശ് ആവശ്യത്തിന് എനിക്ക് തരികയും വേണം. അങ്ങനെ മഹാരാഷ്ട്രയിലുള്ളപ്പോഴാണ് ഞാൻ ഈ എന്തോ കാരണവശാൽ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് വഴക്കിട്ട്, ഞങ്ങൾ എൻജിനീയർമാരാണല്ലോ, അപ്പോൾ വലിയ യൂണിയനും സംഗതിയൊന്നും ഇല്ലെങ്കിലും സംഭവം വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. സമരം ചെയ്ത് കഴിഞ്ഞാൽ എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട്, എസ്മ, അവശ്യ സർവീസാണല്ലോ വൈദ്യുതി. അപ്പോൾ അത് വലിയ ബഹളമായി. നാട്ടിലെങ്ങും കറണ്ടില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി ജയിലിലിട്ടു. 7500 എൻജിനീയർമാർ പല ജയിലുകളിലായിട്ട് താമസിപ്പിച്ചു. ഞാൻ പോയത് നാസിക് സെൻട്രൽ ജയിലിലായിരുന്നു. ലോകമാന്യ ബാലഗംഗാധര തിലകൻ, വീർ സാവർക്കർ, അവരൊക്കെ കിടന്നു. സാവർക്കർ കുറച്ച് ദിവസം കിടന്നുള്ളൂ. തിലകനാണ് കൂടുതലും കയറി ഇറങ്ങി. പൂനെയിൽ അന്ന് ജയിലില്ല, അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ നാസിക് സെൻട്രൽ ജയിലിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ജയിലിലാക്കി. ആദ്യം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് സെൽഫ് ജാമ്യത്തിൽ വിടാൻ തയ്യാറായിരുന്നു. കാരണം ഇവരെല്ലാം ഇൻകം ടാക്സ് പേയേഴ്സാണ്, എൻറ്റൈറ്റിൽ ഫോർ B ക്ലാസ് ജയിൽ. വഴക്കും ഈ അടിപിടിയോ അക്രമമോ ഉണ്ടാക്കി വന്നവരല്ല. ഒരു ഡിമാൻഡ് വെച്ച് അത് അംഗീകരിക്കാതെ വന്നപ്പോൾ മാനേജ്മെൻറ്റിനെതിരെ സമരം ചെയ്ത ആൾക്കാരാണ്. വേറെ ഒരു പ്രശ്നവും അവരെ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് സെൽഫ് ജാമ്യത്തിൽ വിടാം. ഞങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ജാമ്യം വേണ്ട, ഞാൻ ജയിലിൽ കിടന്നോളാം. എടുത്ത് ജയിലിലിട്ടു. ഒരു ഹാളിൽ ഒരു 70 പേര്. കയറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ദുരിതം മനസ്സിലാക്കുന്നത്. Day 1 കക്കൂസിന് വാതിലില്ല. വാതിലുണ്ട്, പകുതി വാതിലാണ്. അത് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റാണ്. അതിലിരിക്കുമ്പോൾ നമ്മളുടെ മുഖം എന്താ ഇവിടം വരെ മറഞ്ഞിരിക്കും. ഇതിന് താഴത്തേക്ക് പുറത്തുനിന്ന് കാണാം. പോലീസുകാരനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇത് തെമ്മാടിത്തരം, ഈ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അവർ പറഞ്ഞു ധൈര്യമായിട്ട് പോവുക.
നിങ്ങളുടെ അടിവശം കണ്ടുകൊണ്ടൊന്നുമല്ല നിങ്ങളെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മുകൾ വശം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആർത്തിച്ചിരിച്ചു. കാരണം പഴയൊരു കഥയുണ്ട് കേരളത്തിലെ. ഈ ഒരു അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വരുന്ന സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ മൂത്രപ്പുര വേണം. മൂത്രപ്പുര കെട്ടിക്കഴിഞ്ഞപ്പോൾ ഓല തികയുന്നില്ല ഫുൾ ഇതായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും ആശാനെന്ന് ചോദിച്ച് വയസ്സായ ഒരു ആശാനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞടാ, മുകളിൽ ഓല വയ്ക്ക്, അടിവശം കണ്ടുകൊണ്ട് ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ നാണക്കേട്. അപ്പം മുഖം കാണാത്ത രീതിയിൽ ആ ഓല എങ്ങനെ വെച്ചോ അടിവശം തുറന്നു കിടന്നു പറഞ്ഞു. ഈ കഥ ഞാൻ കേട്ടിരുന്നു. ഇതേ ന്യായം നാസിക് സെന്ററിൽ പോയപ്പോൾ അവിടെ പോലീസുകാരൻ പറയുന്നു. സി ഹൗ കേരള ഈസ് കണക്റ്റഡ് വിത്ത് മഹാരാഷ്ട്ര ഓർ ത്രൂ ഔട്ട് ഇൻ. ഈ ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമല്ല, ചീത്ത കാര്യങ്ങളിൽ പോലും നമ്മുടെ സംസ്കാരം ഏകദേശം എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. ആണുങ്ങൾ മൂത്രമൊഴിക്കുക ഈ ടെലിഫോൺ പോസ്റ്റിന് മറവിൽ, സാങ്കല്പികമായിട്ട് ആരും കാണുന്നില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇയാൾ മൂത്രം എല്ലാവരെയും കാണുന്നുണ്ട്, ബട്ട് കാണുന്നില്ല എന്നാണ് ഇയാളുടെ വിചാരം. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇത് മുഴുവൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ള ഏർപ്പാടാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇങ്ങനെ വലിയ വിഷമത്തിലായി. 5:30 മണിക്ക് ഭക്ഷണം തരും, വൈകുന്നേരത്തെ ഭക്ഷണം. 6:30 എണ്ണി ജയിലിൽ കയറ്റും. അതൊരു അപമാനം പോലെയാണ് നമുക്ക്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എണ്ണി തള്ളി ഇതിനകത്ത് കയറ്റി വലിയ വാതിൽ പുറത്തുനിന്ന് അടച്ചിട്ട് അയാൾ പോകും. അപ്പോൾ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ്. അപ്പോഴാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന സുഖമാണ്, ഇപ്പം നല്ല ശാപ്പാടൊക്കെയാണ്. ശാപ്പാടൊക്കെ ശരിയാണ്, നല്ല ശാപ്പാടായിരിക്കും. പക്ഷെ അതിൽ കിടന്നു നോക്കണം. ഒരു മുറി നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അകത്തുനിന്ന് നമ്മൾ ബോൾട്ട് ചെയ്യുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങും. ഇത് പുറത്തുനിന്ന് ഒരാൾ അടച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമോ? ഭയങ്കര ടെൻഷനാണ്. ഉറങ്ങില്ല, നിങ്ങളില്ല. പുറത്തുനിന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അകത്തുനിന്ന് നമ്മൾ തന്നെ പൂട്ടിയിരിക്കുന്നത് നമുക്കത് തുറക്കാം, ഏത് നിമിഷവും പുറത്തു പോകാം എന്നുള്ള സ്വാതന്ത്ര്യ ബോധം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധമുണ്ട്. പുറത്തുനിന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് ടെൻഷനായി. ഇതാണ് ജയിലിൽ സംഭവിക്കുന്നത്. പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. പോയി നോക്കണം. ഞാൻ ഈ അഹങ്കാരം കൊണ്ടേ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. 14ാമത്തെ ദിവസം വീണ്ടും കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സെൽഫ് ജാമ്യത്തിൽ വിടാം, വിളിക്കുമ്പോൾ ഹാജരാകാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് തന്നിട്ട് പൊക്കോ, വെറുതെ ശല്യം ചെയ്യാതെ. യു ഹാവ് സ്ലോലി യു ആർ ബിക്കമിങ് എ ട്രബിൾ ഇൻസൈഡ് ദ ജയിൽ ഓൾസോ. അപ്പോൾ ജയിലിൽ മറ്റാൾക്കാരെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, കുറ്റവാളികളൊക്കെ. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകര ദൃശ്യം, ജയിലിൽ ചാടാൻ ശ്രമിച്ച ഒരു കുറ്റവാളി, അയാളുടെ കഴുത്തിലൊരു ഇരുമ്പിൻ്റെ റിങ്, നടുവിന് ഒരു ഇരുമ്പിൻ്റെ റിങ്, കഴുത്തിൽ നിന്ന് നടുവിലേക്ക് ക്രോസായിട്ട് 2 ഇരുമ്പിൻ്റെ ബാർ, കയ്യിൽ വിലങ്ങ്, കാലിൽ വിലങ്ങ്, അല്പം ആനയ്ക്കിടുന്ന പോലെ അല്പം ലൂസായ വിലങ്ങ്. അങ്ങനെയാണ് അയാൾ നടക്കുന്നത്. സിനിമകളിൽ കേട്ടിട്ടുണ്ട്. ഇതെന്താ സാർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ജയിലിൽ ചാടാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? ജയിലിൽ ചാടാൻ ശ്രമിച്ച അവരുടെ പിടിയിൽ പെട്ടാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഒരു ദിവസം ഞങ്ങളിൽ സെലക്റ്റഡ് കുറേ ആൾക്കാരെ ഓപ്പൺ ജയിലിൽ കാണിക്കാൻ അവർ കൊണ്ടുപോയി. ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ കുറ്റവാളികൾ കൃഷിയൊക്കെ ചെയ്യും. ഓപ്പണാണ്, മതിലൊന്നും. നമ്മുടെ 2 3 പോലീസുകാരിങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് വരമ്പത്ത് നിൽപ്പുണ്ടാകും. അപ്പോൾ ഇവർ പാടത്തെ പണിയൊക്കെ ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അത് മര്യാദക്കാരാണ് എന്ന് ഉറപ്പുള്ളവർ. അവിടെ നിന്ന് ഇവൻ ഓടാൻ പോയി എന്ന് വെച്ചോ, അവൻ്റെ അന്ത്യമാണ്. പിന്നെ ഓപ്പൺ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രാണനെടുക്കും അവർ. നോബഡി ഈസ് ദെയർ ടു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ വലിയ വാചകമൊക്കെ അടിക്കുന്നില്ലേ, മനുഷ്യാവകാശം, പൗരാവകാശം. തേങ്ങയാണ്. ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് മുട്ടുകാല് വെച്ച് അവൻ അമുക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാണം പോകും. പിന്നെ ഏത് സുപ്രീം കോടതിക്ക് പ്രാണം തിരിച്ചു തരാൻ പറ്റും? ആരാണ് നിങ്ങളെ കൊന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഈ പിള്ളേരൊക്കെ എന്നോട് സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടും, സാർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം സാർ, ഹൈക്കോടതിയിൽ പോകണം സാർ. ഞാനൊന്നും മിണ്ടാറില്ല, ഒന്നും. കാരണം ഞാൻ ഏതൊക്കെ ജയിലിൽ പോയി, ഏതെല്ലാം പോലീസിൻ്റെ അടുത്ത് പോയി, എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വയസ്സായി വടികുത്തിയിരിക്കുന്നതെന്ന് ഈ പാവത്തിന് അറിയില്ല. അതുകൊണ്ട് അവൻ പിന്നെയും എന്നോട് ആവശ്യം. അവന് ഒരു ജാഥ നടത്താനുള്ള ത്രാണിയില്ല, ഒരു മുദ്രാവാക്യം വിളിക്കാൻ അവൻ തയ്യാറില്ല. അവൻ്റെ പ്രസ്റ്റീജ് ഇപ്പം പോകും. അതുകൊണ്ട് എന്ത് വേണം, സാറ് ചെയ്യണം.
ഞാൻ ചെയ്യാമായിരുന്നു, ആവുന്നിടത്തോളം കാലം ചെയ്തു. ഇപ്പം ഞാൻ ഈ RV ബാബു, BJP-യിലെ മുത്തുവില്ലേ രാജഗോപാൽ, ഞങ്ങളൊക്കെ ഈ എറണാകുളത്ത് കാണിച്ചു കൂട്ടിയ ബഹളത്തിന് കൈ കണക്കുമില്ല. 28 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ സാധനം ആദ്യത്തെ ദിവസം മജിസ്ട്രേറ്റ് ഓഫർ ചെയ്തില്ലേ, അതേ ഓഫർ വീണ്ടും സെൽഫ് ജാമ്യത്തിൽ 14 ദിവസം കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും 14 ദിവസം റിമാൻഡ് ചെയ്യും. അപ്പോൾ 28 ദിവസമായി. 28ാമത്തെ ദിവസം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചൂല് പോലെ ഞങ്ങളെല്ലാം മത്സരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നായി. കാരണം ഈ നമ്മളെ വൈകുന്നേരം 6:30 മണിക്ക് പുറത്തുനിന്ന് ഒരാൾ അടയ്ക്കുന്നു എന്നുള്ള ഫീലിംഗ് ഭയങ്കര. പിന്നെയും 70 പേരുള്ളത് കൊണ്ട് പാട്ടും കളിയും ചിരിയും സംഗതിയായിട്ട് ഞങ്ങൾ ക്രിമിനൽസ് അല്ലാത്തതുകൊണ്ട് അത് അനുവദിച്ചിരുന്നു അവർ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ അവസാനം 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. എന്താകാശം ഇടിഞ്ഞു ശരി 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. കേജ്രിവാൾ പറയുന്നില്ലേ, हमारा एक विचारधारा है, विचारधारा को आप बंद नहीं कर सकते जेल के अंदर. വിചാരധാര കേരളത്തിൽ വിചാരധാര എന്ന് പറഞ്ഞാൽ ഗോൾവൽ ആണെന്നാണ് എനിക്കറിയുന്നില്ല. അപ്പം അവർ വിചാരധാര ശരിയാണ്. വിചാരധാര സങ്കല്പത്തെ സ്വർഗരാജ്യത്തെ ഇതൊക്കെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ജയിലിലിടാൻ പറ്റുമില്ല. അതുകൊണ്ട് ടെക്നിക്കലി അയാൾ പറയുന്നത് ശരിയാണ്, വിചാരധാരാക്കോ ബന്ധിനെ കർസക്തെ. പക്ഷേ ആളകത്ത് കിടക്കുകയാണ്, ഉടനെ ഒന്നും ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫണ്ടമെൻ്റൽ ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ ഈ മനുഷ്യനെ കൂടുതൽ ജയിലിൽ കിടത്താൻ വേണ്ടിയിട്ട്. അതെ അതെ. അപ്പോൾ സാധ്യത കുറവാണ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് കേജ്രിവാൾ പുറത്തേക്ക് വരാൻ. ഞാൻ പറയുന്നത് സുനിലേ, ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇന്നിപ്പോൾ അമേരിക്ക ഔദ്യോഗികമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് അല്ല, ഒരു ഫെയർ ട്രയൽ കേജ്രിവാൾ അർഹിക്കുന്നു. ഇവരാരെ ഈ ഫെയർ? അവരുടെ അവിടെ ഫെയർ ട്രയൽ ഉണ്ടോ? അവരുടെ ഗുണ്ടനാമോ ജയിലിൽ എത്ര ആൾ കിടപ്പുണ്ട്? അതെ, എണീക്കാൻ മേലാതെ വെച്ചാൽ ഗുണ്ടനാമോ ജയിലിൻ്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടോ? വീഡിയോ കേട്ടിട്ടുണ്ട്. ഏറ്റവും കുപ്രസിദ്ധമായ ജയിലാണ് ഗുണ്ടനാമോ ജയിലിൽ. നമ്മളുടെ ട്രെയിനിലെ ബെർത്ത് പോലെയാണ് ആൾക്കാരെ കിടത്തുന്നത്. ക്ലോസ്ഡ് ബെർത്ത്, കമ്പി വേലിയിട്ട് ക്ലോസ് ചെയ്ത ബെർത്ത്. അതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇഴഞ്ഞ് അതിനുള്ളിലേക്ക് കയറണം, എന്നിട്ട് കിടക്കണം. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കാം, എണീക്കാൻ പറ്റില്ല. ട്രെയിനിൽ അപ്പർ ബെർത്ത് ആലോചിച്ച് നോക്കി, അപ്പർ ബെർത്തിൽ നമുക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടുക. എണീറ്റിരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കുനിഞ്ഞൊക്കെ ഇരിക്കണം. ഇതിൽ അത്രയും പോലും പറ്റില്ല, അതിനേക്കാൾ ഹൈറ്റ് കുറവാണ് ഗുണ്ടനാമോയിൽ. ആൻഡ് യു ഹാവ് ടു ബി ദെയർ ഫോർ അറ്റ്ലീസ്റ്റ് 18 മണിക്കൂർ. അങ്ങനെ 6 മണിക്കൂർ പുറത്തിറക്കും. അത് ഭക്ഷണം, ടോയ്ലറ്റ്, ഇതിനൊക്കെ. അല്ലെങ്കിൽ തല്ലാൻ, പീരിയോഡിക്കലി അടിക്കും, ഇവൻ്റെ സ്പിരിറ്റ് കെടുത്താനായിട്ട്. ഭീകരമായ പീഡനം. ആ അമേരിക്കയാണ് കേജ്രിവാളിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്താ? കേജ്രിവാൾ ഈസ് സ്പോൺസേഡ് ബൈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. ക്ലിയർലി റോക്ക്ഫെല്ലറിൻ്റെ കൂടെ ബാക്കി ഫൗണ്ടേഷൻസും ഉണ്ട്. ഞാനീ പറഞ്ഞ 198 വേയ്സ് അവരുടെ വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള അമേരിക്കൻ ഫോഴ്സസ് എല്ലാം പ്രൈമറിലി റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. മാക്സിസെ അവാർഡ് ഇയാൾക്ക് കിട്ടിയപ്പോൾ തന്നെ കച്ചവടം ഉറപ്പിച്ചു, അവരുടെ പോക്കറ്റിലായി. രഘുറാം രാജൻ മാക്സിസെ അവാർഡ് കിട്ടിയതാണ്, നമ്മളുടെ RBI ഗവർണർ. ഇത്രയും അപകടം പിടിച്ച മനുഷ്യൻ വേറെയുണ്ടോ? അയാൾക്ക് വേണ്ടി മോദി രംഗത്തിറങ്ങി. അയാളുടെ ടേം തീരുന്നവരെ മോദി അയാളെ റിസർവ് ബാങ്ക് ഗവർണറാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം വന്നു രഘുറാം രാജനെ പറ്റി. മോദി പറഞ്ഞു, ഞാൻ എത്ര കണ്ട് രാജ്യസ്നേഹിയാണോ അത്രയും രാജ്യസ്നേഹിയാണ് രഘുറാം രാജൻ. പിന്നെ രഘുറാം രാജനെ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഭാരത് ജോഡോ യാത്രയിലാണ്. മോദി ഒന്നും വേണ്ടിയില്ല. കാർന്നോർക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നത്. എത്ര പേര് ഈ ഇസ്ലാമിക് ബാങ്ക് എന്നുള്ള ആശയം കൊണ്ടുവന്നത് രഘുറാം രാജനാണ്. രഘുറാം രാജൻ കമ്മിറ്റി, അയാൾ ചെയർമാനായിരുന്ന കമ്മിറ്റി 2007 ഇന്ത്യയിൽ ഇസ്ലാമിക് ബാങ്ക് വേണം എന്ന് ശുപാർശ ചെയ്തത്. ആൻഡ് ദെൻ മോദി സേസ് ദാറ്റ് അയാളെപ്പോലെ ഞാൻ രാജ്യസ്നേഹിയാണെങ്കിൽ അയാളും രാജ്യസ്നേഹിയാണ്. ഹി വാസ് ക്ലവർ ഇനഫ് ടു ഡൂ ദ പ്രൊപ്പഗാൻഡ സോ ആസ് ടു ഇൻഫ്ലുവൻസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ ഇത്തരം അനുഭവങ്ങളായിരിക്കണം ഈ നരേറ്റീവ് നടക്കുന്നുണ്ട് എന്നറിയാൻ മോദിയെ പ്രേരിപ്പിച്ചു. അതുവരെ മോദിയൊക്കെ ഇത് ചുമ്മാ വെറുതെ ഗൂഢാലോചന തിയറിയെ കൊണ്ട് നടക്കാതെ. രഘുറാം രാജനൊക്കെ മര്യാദക്കാരനാണ്. അയാൾക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദം,
കേംബ്രിഡ്ജിൽ നിന്ന് ബിരുദം, ഹാർവാർഡിൽ നിന്ന് ബിരുദം. ഈ ബിരുദം എന്നൊക്കെ പറയുന്നത് ഇവർ അവരുടെ ചേലയെ ഉണ്ടാക്കി വിടുകയാണ് ഇങ്ങോട്ട്. നമ്മളിത് കാണുമ്പോൾ WW ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കിട്ടിയ തെമ്മാടി DYFഐക്കാരനൊക്കെ കഷ്ടമാണ് ഇവൻ. ഈ പ്രൊഫസർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നു, സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് സംസാരിക്കുന്നു. അപ്പോൾ ആൻഡ് ദേ വേർ ക്ലവർലി ഗ്രോയിങ് എ യൂസ്ഫുൾ ഇഡിയറ്റ് ഫോർ ദം. ദാറ്റ് ഈസ് കേജ്രിവാൾ. അതാണ് ഇപ്പോൾ അമേരിക്ക റിയാക്ട് ചെയ്യാൻ കാരണം, ജർമ്മനി റിയാക്ട്. സുല്ല ആലോചിച്ച് നോക്ക്, അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി തേങ്ങയാണ്. ജയലളിതയെ അറസ്റ്റ് ചെയ്തല്ലേ? അതെ, അവർ മുഖ്യമന്ത്രിയായിരുന്നു. ഇയാൾ ലാലു പ്രസാദ് യാദവിനെ അറസ്റ്റ് ചെയ്യും ഉറപ്പായി കഴിഞ്ഞപ്പോൾ അങ്ങേര് രാജിവെച്ചു. അടുത്ത നിമിഷം അറസ്റ്റും ചെയ്തു. ഹേമന്ത് സോറൻ, ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു. എവിടെ പോയിരുന്നു അമേരിക്കയും ജർമ്മനിയൊക്കെ? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ രണ്ടുപേരും എണീറ്റ് വരുന്നത് എന്താ? എസ്പെഷ്യലി ജർമ്മനി ആൻഡ് അമേരിക്ക. ജർമ്മനിയുടെ ആളിനെ വിളിച്ചു വരുത്തി ശാസിച്ചു ജയശങ്കർ. ഇപ്പോൾ അമേരിക്കയുടെ എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല. ഇന്ത്യ ഒരു റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല. വരുമായിരിക്കും, കാരണം ഇന്നലെ രാത്രിയോ മറ്റുമാണ് US-ൻ്റെ ആ റിയാക്ഷൻ വരുന്നത്. ഐ ഹോപ്പ് വി വിൽ ഗിവ് ദം എ ബിഫിറ്റിംഗ് റിപ്ലൈ. ദെയർഫോർ ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ സിസ്റ്റമാറ്റിക്കലി ആർഗ്യൂ ചെയ്തത്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വെറും ഈ 100 കോടി രൂപ മദ്യനയ അഴിമതി കേസിലല്ല, ഒരു ബിഗ്ഗർ ത്രെറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം TM കൃഷ്ണയ്ക്ക് ഈ സംഗീത കലാനിധി അവാർഡ് കൊടുത്തെടുത്താണ്. ഒരുപക്ഷെ ആ ദിവസമാണ് ED തീരുമാനിക്കുന്നത് ഇനി കേജ്രിവാളിൻ്റെ അറസ്റ്റ് വൈകിക്കൂടാ. ബിക്കോസ് ഡീപ്പ് ഇൻ സൗത്ത് ദേ ഹാവ് സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ്. അല്ലെങ്കിൽ 10 വർഷമായി മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഒരു കച്ചേരിയും TM കൃഷ്ണ നടത്തിയിട്ടില്ല. മദ്രാസ് മ്യൂസിക് അക്കാഡമി ബ്രാഹ്മണരുടെ കൂടാരമാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നു TM കൃഷ്ണ. ബട്ട് ഫൈൻ മോർണിംഗ് TM കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി അവാർഡ്. ആൻഡ് ലുക്ക് അറ്റ് ദ ടൈമിംഗ്. സംഗീത കലാനിധി അവാർഡ് സാധാരണ അനൗൺസ് ചെയ്യുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, കാരണം ഡിസംബറിലാണ് ഇത് കൊടുക്കേണ്ടത്. സാധാരണ ഒക്ടോബറാണ്, ചിലപ്പോഴൊക്കെ അപൂർവം സെപ്റ്റംബറിലും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണിത് 9 മാസം പുറകിലേക്ക് എടുത്ത് ജാനുവരിയിൽ അനൗൺസ് ചെയ്യുന്നത് സംഗീത കലാനിധി? അപ്പോൾ അതൊരു ഡിസൈനല്ലേ? തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് പ്രശ്നമുണ്ട്. കാരണം മോദി ഈ തമിഴിൻ്റെ ഹാർട്ട് ഭാരതത്തിൻ്റെ ആണ് എന്ന് മോദി എസ്റ്റാബ്ലിഷ് ചെയ്തു. മോദി ഇവർക്കാർക്കും മറുപടി പറയാനൊന്നും പോയില്ല. മറ്റേ ചെറുക്കനുണ്ടല്ലോ ഉദയനിധി, അവനൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല. ബട്ട് മോദി ആദ്യം ചെങ്കോൽ കൊണ്ടുവന്നു. ചെങ്കോൽ രാജരാജ ചോഴൻ്റെ പ്രതീകം. ആ ചെങ്കോൽ സ്ഥാപിക്കാൻ വന്ന സന്യാസിമാർ അവർ ബ്രാഹ്മണരല്ല. പ്രാണപ്രതിഷ്ഠ നടന്നില്ല അയോധ്യയിൽ. അവിടുത്തെ രാമാനന്ദി സമ്പ്രദായം വെച്ചിട്ടാണ് ആ പ്രാണപ്രതിഷ്ഠ നടന്നത്. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല. കേരളത്തിലാണെങ്കിൽ ഗർഭഗൃഹത്തിൽ ആരെയും കയറ്റില്ല. എനിക്ക് അത്ഭുതം തോന്നി, ഇതെങ്ങനെയാണ് ഈ ഗർഭഗൃഹത്തിൽ സാങ്ക്ടം സാങ്ക്ടറം എന്ന് പറയുന്ന ഗർഭഗൃഹത്തിൽ നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, ആനന്ദിബെൻ പട്ടേൽ ഇവർ കയറുന്നത് എങ്ങനെ? സുല്ല് നോക്ക്, കേരളത്തിൽ എവിടെയെങ്കിലും ഗർഭഗൃഹത്തിൽ ആളുകൾക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. മേൽശാന്തി പിന്നെ മറ്റേ പരികർമ്മി ഇവർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പ്രവേശനമില്ല. അത് ബട്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഇവർ കയറി. എങ്ങനെ കയറി? എന്ത് സമ്പ്രദായം അനുസരിച്ച്? അതന്വേഷിച്ചപ്പോഴാണ് അത് രാമാനന്ദി സമ്പ്രദായമാണ്. അവിടെ ഗർഭഗൃഹത്തിൽ നിങ്ങൾക്ക് ആൾക്കാരെ കയറ്റാം. അപ്പോൾ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് കയറ്റാതിരിക്കും, പക്ഷേ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പൂജാരി അല്ലാത്തവർക്ക് അവിടെ കയറാം. രാമാനന്ദി സമ്പ്രദായത്തിലും ഈ സന്യാസിമാർ ബ്രാഹ്മണരല്ല. സോ അപ്പോൾ ബ്രാഹ്മണരല്ലാത്ത വിഭാഗത്തെ ഒരു ഒളിയും മറയുമില്ലാതെ സന്തോഷമായിട്ട് ഈ മനുഷ്യൻ എല്ലാത്തിലും പങ്കെടുപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു രാമേശ്വരത്ത് പോയി. രാമേശ്വരം കടലിൽ ഒറ്റയ്ക്ക് കുളിച്ചു. ഇമാജിൻ, NSG പ്രൊട്ടക്റ്റിയാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആ മനുഷ്യനാണ് ഒറ്റയ്ക്ക് കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കടലിൽ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു. കടലിന് അടിയിലൂടെ ഒരാൾ വന്ന് ആക്രമിച്ചാൽ എന്ത് ചെയ്യും നിങ്ങൾ? ആ പേടിയുണ്ട്, ആ റിസ്ക്കുണ്ട്. ഒരുപക്ഷെ സെക്യൂരിറ്റി അത് വേണ്ടാന്ന് പറഞ്ഞാണ്. അതെ, ഹി ഡിഫൈഡ് ദാറ്റ് ഓർഡർ ആൻഡ് ഹി ഡിഡ് ദാറ്റ്. എന്നിട്ട് കടലിൽ മുങ്ങുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇത് തമിഴ്നാട്ടിൽ വരുത്തിയ മാറ്റമുണ്ടല്ലോ, അതിഭീകരമാണ്. അതിനെ ചലഞ്ച് ചെയ്യാനാണ് TM കൃഷ്ണയെ രംഗത്തിറക്കിയത്. അല്ലെങ്കിൽ TM കൃഷ്ണ അത്രയും
10 വർഷം ഇയാൾ മ്യൂസിക് അക്കാഡമിയിൽ കയറിയിട്ടില്ല, അവരെയും ചീത്ത പറഞ്ഞ് നടക്കുകയായിരുന്നു. സകല ബ്രാഹ്മണരെയും ചീത്ത. ടി.എം. കൃഷ്ണയുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? എല്ലാ ബ്രാഹ്മണരെയും നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുക. സുനിലെ, ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഒരു ജാതിയിൽ അങ്ങ് ജനിച്ചു പോയി. ആ ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഇവൻ കൊല്ലപ്പെടേണ്ടത് വേണമെന്ന് പറയാൻ ആരെ ടി.എം. കൃഷ്ണ? ഇവൻ സ്വയം ബ്രാഹ്മണനാണ്. ഇവരുടെ കള്ളത്തരം അറിയാമോ? ഹിന്ദു പത്രത്തിൽ മുഴുവൻ ബ്രാഹ്മണരാണ്. എവരി റിപ്പോർട്ടർ, എവരി സ്റ്റാഫ്, എവരി പ്യൂൺ, എവരിബഡി ബ്രാഹ്മണരാണ്. എന്നിട്ട് അവർ ബ്രാഹ്മണർക്കെതിരെ ലേഖനവും എഡിറ്റ് പേജിൽ ലേഖനവും ഒക്കെ എഴുതും. അവരുടെ ഹിന്ദുവിൻ്റെ മദ്രാസിലെ ക്യാൻറ്റീൻ പ്യുവർ വെജിറ്റേറിയനാണ്. എന്നിട്ട് അവർ ബീഫിന് അനുകൂലമായിട്ട് എഡിറ്റോറിയൽ എഴുതും. ഈ എൻറാം ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ, എൻറാം ഫ്ലൈറ്റിൽ പോകുമ്പോൾ 3 ടിക്കറ്റ് ബുക്ക് ചെയ്യും. പലപ്പോഴും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 2 ടിക്കറ്റേ ഉള്ളൂ. 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും എക്സിക്യൂട്ടീവിലാണെങ്കിൽ. എന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത്, പുള്ളിയുടെ ഒപ്പം ആരും ഇരുന്നുകൂടാ. ദിസ് ഈസ് എൻറാം. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഞാനിതൊരു വെറുതെ ബേസ്ലെസ് അലിഗേഷനായിട്ട് പറയുകയല്ല. ജേർണലിസ്റ്റിക് സർക്കിളിൽ ചോദിച്ചു നോക്ക്. ഓർഡിനറി ആണ് ബുക്കിംഗ് എങ്കിൽ ആ ഒരു റോ ABC അല്ലെങ്കിൽ DEF ഇത് എൻറാം ബുക്ക് ചെയ്യും. നടുക്കത്തെ സീറ്റിലിരിക്കും. അപ്പുറത്തോ ഇപ്പുറത്തോ ആൾ പാടില്ല. എയർലൈൻസിന് കാശല്ലേ വേണ്ടത്? ഞാൻ ടിക്കറ്റിൻ്റെ കാശ് തന്നിട്ടുണ്ട്. ഇതാണ് എൻറാമിൻ്റെ ധാർഷ്ട്യം. എന്നിട്ട് ഇവനാണ് അഷ്ടിക്ക് വൈകല്യത്തെ ബ്രാഹ്മണരെ വെടിവെച്ച് കൊല്ലാൻ നടക്കുന്നത്. വെടിവെച്ച് കൊല്ല. വി രാമസ്വാമി നായ്ക്കരുടെ കുറേ പറച്ചിലുമൊക്കെ എടുത്തുകൊണ്ട് ബ്രാഹ്മണരെയും പാമ്പിനെയും കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം. ഫൈനലി ബ്രാഹ്മണന്മാർ തീരുമാനിച്ച് ഏതായാലും ചാവാൻ പോകുന്നു. രഞ്ജിനി, ഗായത്രി തിരിച്ചടിച്ചു. അവർ പറഞ്ഞു, യെസ്, ഞങ്ങൾ ബ്രാഹ്മണരാണ്, സോ ബ്ലഡി വാട്ട്, എന്ത് വേണം? നീ കർണാടക സംഗീതത്തെ നശിപ്പിക്കുകയാണ് ടി.എം. കൃഷ്ണ. യു ആർ സ്പോയിലിംഗ് ഇറ്റ്. എനിവേ, നമുക്ക് ടി.എം. കൃഷ്ണയുടെ വേറൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. അതിന് അപ്രോപ്രിയേറ്റ് ആൾക്കാർ വേണം. ഞാൻ പറയുന്നത്, ഈ അറസ്റ്റുകൾ തമ്മിലും ഈ പ്രശ്നങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ഇതുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കേജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കഴിഞ്ഞ നവംബറിൽ ഫസ്റ്റ് സമൻസ് കൊടുത്ത ദിവസം മുതൽ ഹീ ഈസ് ലൈക്ലി ടു ബി അറസ്റ്റ്. കേജ്രിവാളിനും അറിയാമായിരുന്നു. പ്രശ്നം എന്താണെന്നറിയാമോ? എല്ലാ ക്രിമിനൽ കേസിലും ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട്. ഞാനോ സുനിലോ ആണെങ്കിലും ഒന്നുമില്ല, അപ്പം തന്നെ പൊക്കിക്കൊണ്ട് പോകും. കാരണം പൊളിറ്റിക്കൽ ആംഗിളില്ല. ബട്ട് പൊളിറ്റിക്കൽ ആംഗിളുള്ള കേസുകൾ, മുഖ്യമന്ത്രി, പ്രധാന രാഷ്ട്രീയ നേതാക്കൾ, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വളരെ ആലോചിച്ച് തന്നെ അവർ തീരുമാനിക്കുകയുള്ളൂ. ഐ ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ, ബട്ട് ദർ ഈസ് എ പൊളിറ്റിക്കൽ ആംഗിൾ ടു ദ കേസ്. ആ തീരുമാനം പൊളിറ്റിക്കലാണെന്നല്ല പറയുന്നത്, ബട്ട് ഈ അറസ്റ്റിന് ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട്, ഈ ക്രൈമിനൊരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട്. ആഫ്റ്റർ ഓൾ, ഇയാൾ ഈ പൈസ ഉപയോഗിച്ചിരിക്കുന്നതും ഗോവയിലെ തെരഞ്ഞെടുപ്പിനാണെന്നാണ് ആരോപണം. ഇറ്റ് ഈസ് യെറ്റ് ടു ബി പ്രൂവ്ഡ്. ഇതാണ് കേജ്രിവാളിൻ്റെ സത്യാവസ്ഥ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ നുണകളെയൊക്കെ, ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കസ്റ്റഡി ആൻഡ് ജയിൽ. ദർ ഈസ് എ ഡിഫറൻസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആളുകളെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത്. നിയമം അറിയില്ല എന്ന് വിചാരിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാത്ത വകുപ്പില്ല സുനിലെ. എല്ലാ വകുപ്പിനും ജാമ്യം ഉണ്ട്. ഈ ഫുളിഷ്, ബിക്കോസ് CRPCയിൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ബെയിലബിൾ എന്നുള്ളതിൻ്റെ തർജ്ജമയാണ് ജാമ്യമുള്ള വകുപ്പ്. നോൺ ബെയിലബിൾ ജാമ്യമില്ലാത്ത വകുപ്പ്. ജാമ്യമില്ല എന്നല്ല അതിനർത്ഥം. സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റില്ല, പോലീസുകാർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്ന എന്താ? മജിസ്ട്രേറ്റിനെ ജാമ്യം കൊടുക്കാവുള്ളൂ. അപ്പോൾ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവിടെ ജാമ്യത്തിന് അപേക്ഷ മൂവ് ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ നടക്കില്ല. ഇതിന് ജാമ്യമില്ല എന്നൊന്നും അർത്ഥമില്ല. ജാമ്യം എല്ലാവർക്കും ഉണ്ട്, ഏകദേശ അവകാശമാണ്. ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. നമ്മുടെ VR കൃഷ്ണയുടെ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റാണ്. ബെയിൽ ഈസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ കിട്ടില്ല, മനസ്സിലായോ? ബെയിൽ ഈസ് ഡിസ്ക്രിഷൻ ഓഫ് ദ മജിസ്ട്രേറ്റ് ഓർ ഓഫ് ദ കോർട്ട്. ഇതാണ് നമ്മൾ ജാമ്യം മേടിക്കുന്നത് അവതാ പറഞ്ഞിട്ടാണ്. ഞാൻ കേട്ടു ഒരുപാട് പേര് പാവമാണ്, അനാഥനാണ്. അനാഥനത് അച്ഛനമ്മയും വെട്ടിക്കൊന്നിട്ടാണ് എന്നിട്ട് അനാഥനാണ്, അച്ഛനും അമ്മയും ഒന്നുമില്ല.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആണ് ജാമ്യം മേടിക്കുന്നത്. അല്ലാതെ വെറുതെ അവിടെ കിടന്ന് കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല. അതേസമയം യു ക്യാൻ ഡൂ ദാറ്റ് ഫോർ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. ഇപ്പോൾ പിണറായി വിജയനെ ഹാജരാക്കി എന്ന് വെച്ചു, നിങ്ങൾക്ക് ബെയിലീസ് എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ ഇത് വന്ന് പറയുന്നതും വലിയ ആൾക്കാരായിരിക്കണം. സോ ദാറ്റ് കോർട്ട് വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി. അല്ലാതെ നിങ്ങൾ അടിപിടി ഉണ്ടാക്കി 25 വയസ്സുകാർ ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് കൂട്ടുകാരുമായിട്ട് അടിയും പിടിയും ബഹളമൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു പ്രശ്നമായി പ്രതിയായി വന്ന് നിൽക്കുമ്പോൾ ആകെ പറയേണ്ടത് അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല പറ്റിപ്പോയതാണ്. ഇല്ല, പക്ഷെ അവൻ മദ്യപിച്ചിരുന്നില്ല കേട്ടോ, എനിക്കറിയാവുന്ന തന്നെ നല്ല പയ്യന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വിടണം, എന്ത് കണ്ടീഷൻ വേണമെങ്കിലും. അപ്പോൾ എന്ത് സമ്മതിക്കും? എറണാകുളം ജില്ലയ്ക്കകത്ത് കയറി പോരുതെന്ന്. ഓ ശരി, ഇത് വാങ്ങിയേ 2 ആഴ്ച കഴിയുമ്പോൾ എറണാകുളം ജില്ലയിൽ കയറുന്നതാണില്ല. എറണാകുളം ജില്ലയിലെ അമ്മാവൻ്റെ മകൻ്റെ ഒരു കല്യാണം, അതിന് മാത്രം ഒരു പെർമിഷൻ 2 ദിവസത്തേക്ക് മതി, ഗ്രാൻഡ് 2 ദിവസം എറണാകുളത്ത് തിരിച്ചു. ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് നമ്മൾ ക്രിമിനൽ കേസ് ഇന്ന് ഊരുന്നത് ഒരാളിനെ. അല്ലാതെ നേരെ കൊണ്ടുപോയിട്ട് ഭരണഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ. ഈ തൊട്ടതിനൊക്കെ ഇപ്പം ടി വി ചർച്ചയിലൊക്കെ ഭരണഘടനയുടെ അനുച്ഛേദം തേങ്ങയാണ്. ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ബെയിൽ ഡിസ്മിസ് നെക്സ്റ്റ് എന്ന് പറയും. ഇവൻ്റെ ഭരണഘടന സാർ ഭരണഘടന മാറുപാടുന്ന അടുത്ത ആളോ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഹാവ് യു സീൻ മജിസ്ട്രേറ്റ് കോർട്ട് ഫങ്ഷനിങ്? ഇതൊക്കെ ഈ ആളുകൾ വെറുതെ ആകാശത്ത് വർത്തമാനം പറയാണ്. ഇവരാരും തന്നെ കോർട്ടിൽ പോയിട്ടില്ല, ആർഗ്യൂ ചെയ്തിട്ടില്ല, റിമാൻഡിൽ കിടന്നിട്ടില്ല, കസ്റ്റഡിയിൽ ഇരുന്നിട്ടില്ല, ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല, ഒരു ചുക്കുമില്ല, വാചകം മാത്രം. ഇനി ഞാൻ എൻ്റെ പേരിൽ ഒരു CBI കേസ് വന്നത് അത് വേറൊരു എപ്പിസോഡ് ചെയ്യാം. ഏതായാലും കെജ്രിവാളിൻ്റെ വിധി എന്താണെന്ന് ഹൈക്കോടതി പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.